മൈൻക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. നമുക്ക് ഇന്നേരം ഞാൻ ഈ ഗെയിം ആദ്യമായിട്ടൊന്നുമല്ല, ഞാനിത് കുറേ വർഷങ്ങൾ കൊണ്ട് കളിക്കുന്ന ഗെയിമാണ്. നമുക്ക് ഈ ഫുൾ മൈൻക്രാഫ്റ്റ് ആദ്യം തൊട്ടാക്കാം. സോ ഞാൻ എൻ്റെ ഫുൾ വേർഡ്സും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു ഹാർഡ് കോർ വേൾഡ് അല്ല, വേണ്ട, നമുക്കിന്നൊരു സർവൈവൽ വേൾഡാണ് കളിക്കാൻ പോകുന്നത്. ഒരു സർവൈവൽ വേൾഡ്. ചീറ്റ്സ് ഒക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ഗെയിം? കീപ്പ് ഇൻവെന്ററി ഓൺ ചെയ്തിട്ട് ചീറ്റ്സ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ടെംപ്ലേറ്റ്സ് നോക്കാം. നമുക്ക് ടെംപ്ലേറ്റ്സ് ഡീപ് ഡാർക്കോ, മാംഗ്രോവ് സ്പാം, ഇതൊക്കെ, ലഷ് കേവ്, സ്നോ വില്ലേജ്, ടൈഗർ വില്ലേജ് എനിക്കിഷ്ടമല്ല. സ്ട്രോങ് ഹോൾഡ് ബിലോ വേണ്ട. നമുക്ക് കോസ്റ്റൽ വില്ലേജും ഉണ്ട്, പിന്നെ ഒരു നോർമൽ വില്ലേജും ഉണ്ട്. ഏതെടുക്കണം? കുറെ വില്ലേജസിൻ്റെ ഇതുണ്ട്. ഔട്ട് പോസ്റ്റാ 2 വില്ലേജ്, അബാൻഡൻ വില്ലേജ്, ഓക്കെ. നമുക്കതൊരു ഈ വില്ലേജ് തന്നെ എടുക്കാം, കോസ്റ്റൽ വില്ലേജ്. ഓക്കെ, ഷോ കോർഡിനേറ്റ്സ്. ഇതെന്ത്? ഇത് മുകളിൽ ഇരിക്കട്ടെ, ഈ ഗെയിം ഇങ്ങനെ അല്ലല്ലോ. ഷോ കോർഡിനേറ്റ്സ്, ഡിസ്പ്ലേഡ്, അത്രേ ഉള്ളൂ. ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു ന്യൂ ഗെയിം ആയതുകൊണ്ട് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നമുക്ക് ഗെയിം പ്ലേയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എളുപ്പല്ലോടാവ്. ഓക്കെ, നമ്മൾ വേൾഡിൽ സ്പോൺ ആയിട്ടുണ്ട്. ഞാൻ ഈ വേൾഡിൽ 3 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് പ്ലേ. ശരിക്കും എങ്ങോട്ടായിരുന്നു അതിൻ്റെ ഡയറക്ഷൻ? എനിക്ക് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നത് അതിൻ്റെ ഡയറക്ഷൻ. പൊയ്ക്കേ. ഇങ്ങോട്ടല്ല, അന്നേരം അങ്ങോട്ടായിരിക്കും. വില്ലേജിനടുത്താണ്, കോസ്റ്റൽ വില്ലേജാണ് ശരി സാധനം. ഇതെവിടാന്ന് ഈശ്വരനെ അറിയൂ, എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ വേൾഡിൽ കളിച്ചിട്ട് 1 പ്രാവശ്യം കളിച്ചിട്ടുള്ളൂ. ഞാൻ ഈ വേൾഡിൽ കളിച്ചിട്ടില്ല, 1 പ്രാവശ്യം കളിച്ചിട്ടുള്ളൂ. ഓക്കെ. ചാത്ത് ഇപ്പം തന്നെ ചാവും കേട്ടോ മിക്കവാറും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കും ഞാൻ ചാവുന്നത്, അങ്ങനെ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇപ്പം തന്നെ ഒന്ന് ചാവണമെന്നുണ്ടല്ലോ. ഐലൻഡിലാന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. പോയിക്കോ. ഷെയ്ഡറൊക്കെ ഇട്ടിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് നല്ല ഗ്രാഫിക്സ് ഒക്കെ. ഓ മൈ ഗോഡ്, ഉദിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാ വില്ലേജ്. ഓക്കെ, ഇത് തന്നെ വഴി. ഇപ്പോഴാ എനിക്ക് മനസ്സിലായി. എളുപ്പം കീന ഓടിച്ചെന്നോ? ഓടിച്ചെല്ല്, എളുപ്പം ചെല്ല്. എടാ, ഇതിന് ചുറ്റിനും ഒരിടത്ത് പോലും വുഡില്ല. പക്ഷെ ബീജും കേട്ടോണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നേക്കുമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കും. എളുപ്പം ഹലോ, എന്താ തരും? ഒന്നും തരത്തില്ല? എന്നാ പോടാ. ഒന്നും തരത്തുമില്ല, പറ്റിപ്പിക്കും. തുറന്നേ, ഞാൻ വീട്ടിൽ പോട്ട്. ഇവിടെ എന്തുവാ? ഫുഡൊന്നും ഇല്ലേ? എനിക്ക് ഫുഡാണ് വേണ്ടത്, പക്ഷെ ഇവിടെ ഫുഡൊന്നും ഇല്ല. ബട്ട് വൈ? ഫുഡ് മാത്രമില്ല, ബാക്കി എല്ലാം ഉണ്ട്. ബ്ലാക്ക് സ്മിത്ത് ഒക്കെ ഉണ്ടല്ലോ.
ഇവിടെ വല്ലതും കാണും. ദൈവമേ, നല്ല ലൂട്ടായിരിക്കണേ. മൂന്ന് സ്പിയർ എടുത്തേക്കാം. ഇതാവശ്യമുണ്ട്. ഒരു ഇതും പാൻറ്റും 6 ഒബ്സിഡിയൻ. ഇവിടെ മോനെ 6 ഒബ്സിഡിയനും. 6 ഒബ്സിഡിയനും കൊണ്ട് എന്ത് ചെയ്യാനാണ്? നമുക്ക് ഇതും കൊണ്ട് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് ആകെ ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമാണ് നമ്മൾ ഇങ്ങനെ അങ്ങ് ആക്കുക. ഒരെണ്ണം ആക്കിയിട്ട് ഇതിവിടോട്ട് വരിക. ഇത് വെച്ച് ഒരൊറ്റ എറിയുക. ഇത് വെച്ച് ഒറ്റ എറിഞ്ഞ് കളയടാ. അതവിടെ കിടക്കട്ട്. നമുക്ക് തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം റീസോഴ്സസ് ഒക്കെ കിട്ടി. ഇനി ഇവരെ ഓസ് ജീവിക്കാം. സോ നമ്മൾ ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക. അവിടെ ഈ മ്യൂസിക് വെച്ചിട്ട് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. മ്യൂസിക് മാത്രമേ കേൾക്കത്തുള്ളൂ ചിലപ്പോൾ. ഒരു സെക്കൻഡേ. അന്നേരം നമ്മൾ മ്യൂസിക്കിന്റെ സൗണ്ട് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. ഇപ്രാവശ്യം കുറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല. നേരത്തെ ചെവിക്കകത്ത് അടിച്ചു കയറുമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. അന്നേരം നമുക്കിനി ചെയ്യാനുള്ളത് ഒരു വുഡ് മൈൻ ചെയ്യണം പോലും. നമുക്കൊരു മരം വേണം. അതെ, ഇവിടെ ഫുഡില്ലടാ. അതുകൊണ്ട് ഫുഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞില്ല. ഫുഡില്ല. എളുപ്പം. ഹോ, എൻ്റെ പൊന്നെ പച്ച തേനെ. ഫുഡില്ലാതെ ചാവുക എന്ന് പറയുന്നത് വേറൊരു നാണക്കേടില്ല. എളുപ്പമായിട്ട്. ഇത് മൈൻഡ് ചെയ്തെന്നും പറഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ ഫുഡൊന്നും കിട്ടൂല. കാരണം ആദ്യം നേരെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ, എന്നിട്ട് മതി. ഓക്കെ, സ്പീഡ് പോട്ടെ. ഓടാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ എന്താണ് ഉള്ളത്? അടുത്ത സാധനം വേണ്ട. നിനക്കിത് പൊളിക്കാൻ അറിഞ്ഞൂടാടാ. കർഷകനോടെ തല കാട്ടിക്കൊണ്ട് നിൽക്കുന്നു. അവെന്തേലും കാണിക്കട്ടെ. ഇവിടെയൊക്കെ കാടാന്നുണ്ടെങ്കിൽ എങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ ഈ മരം കൊണ്ടുപോവാം. ഓക്കെ ബൈ. ഓക്കെ, വുഡില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. സോ തുടക്കം തന്നെ അയൺ കിട്ടിയോണ്ട് ഒരു അയൺ ആക്സ് ഉണ്ടാക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. ഒരു സ്റ്റിക്കും കിട്ടി ഐശ്വര്യമായിട്ട്. നമുക്കൊരു 4-5 മരം വെട്ടാണ്. അതിന് മുന്നേ ഓക്കലോഗ് എടുക്കണ്ട. പൊട്ട് വേയ്. പൊട്ട് അങ്ങോട്ട് ഒന്നും കൂടി ഇരിക്കട്ടെ. അത്യാവശ്യം വരും. ഒരു 2 ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. എനിക്കെല്ലാം ഉണ്ടാക്കാം 9 ഉണ്ടെങ്കിൽ. പക്ഷെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സോ നമുക്ക് ഇതുണ്ടാക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം ഏതാ? കഴിഞ്ഞോ? അശ്ശോടാ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞില്ലെന്ന്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ലേ. ഒരു സ്റ്റാക്കിന് മുകളിൽ ഫുഡ് പോട്ടെ. എളുപ്പാട്ട്. എന്തൊരു കഷ്ടവാ ഇതൊന്നും കാണിച്ച്. ഓക്കെ, 51 ലഡുവേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യേ? സ്റ്റാക്കിനനുസരിച്ചല്ലല്ലോ ഇരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് വേണ്ടത് ഒരു ഷീൽഡായി. ഇനി ഒരു ആക്സിന് ഇങ്ങോട്ട് വന്നേ. ഒരു 2 ഓക്കെ, ഒരു ആക്സ്. പിന്നെന്തെങ്കിലും വേണോ? ഒരു ഫ്ലിൻറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കണം. ഞാൻ എപ്പോഴാണ് ലെഗിൻസ് ഉണ്ടാക്കിയേ?
ഓ ലെഗിൻസ് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. എടാ എനിക്ക് ബൂട്ട്സ് അങ്ങ് വേണം. 4 എണ്ണം വേസ്റ്റ് ആവും. ഒരെണ്ണം ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുക്കാം. കുഴപ്പമില്ലാത്ത മെമ്മറി ഉണ്ടെന്ന് പൊട്ടാനായിരുന്നു ഞാൻ. നല്ല മെമ്മറി ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ, ഈ അയൺ ഇവിടെ ഇരിക്കട്ട്. കീപ്പ് ഇൻവെന്ററി ഉള്ളത് എവിടെ പോയി ചത്താലും ഒരു കുഴപ്പമില്ല. ഇതിവിടെ. ഈ ഒബ്സിഡിയൻ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് നെതറിൽ പോകാമല്ലോ. അങ്ങനൊരു ഉപയോഗമുണ്ട്. നെതറിൽ പോകണമെങ്കിൽ അങ്ങനെ അങ്ങ് പോകാനൊന്നും പറ്റൂല. നമ്മൾ ലാവ കണ്ടുപിടിച്ചാൽ നെതറി എളുപ്പം തന്നെ പോവാം. എന്തൊരു സ്പീഡാ വെട്ടുന്നതിന്. മൈ ഗാഡ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം. വീട് പണിയുന്നതിനിടയ്ക്ക് ഇങ്ങനെ വരണം. ചാവും ഞാൻ അതുപോലെ. പിന്നെ നമുക്ക് ഇന്നൊരു വീടും പണിയണം, ഫുൾ അയണും ആവണം. അതാണ് നമ്മുടെ ഗോളൊക്കെ തീർത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ലോങ് വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ 1.5-2 മണിക്കൂർ കാണും. ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ എത്ര നേരം പോലും കാണുന്നു. ജാവയ്ക്കകത്തില്ലാത്ത റയർ ട്രീ. നമ്മൾ ജാവയ്ക്കകത്ത് എവിടെ വേണേലും ട്രപ്പ് ചെയ്ത് നോക്ക്, കിട്ടൂല. ബെഡ് റോക്കിലേ കിട്ടും. ഓ മൈ ഗാഡ്. ഓക്കെ, എടാ ഫുഡ് ഉണ്ടാക്കി കയ്യെ വെച്ചിട്ട് ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരു മരം മോങ്ങനാണ് ഞാൻ. എനിക്ക് കളിച്ചോ. ഫുഡ് ഉണ്ടാക്കി കയ്യെ വെച്ചിട്ട് ഞാൻ ഓടുന്നില്ല. പൊട്ടൻ, പൊട്ടൻ. ഞാൻ വിചാരിച്ച് ക്രീപ്പറാന്ന്. ഞാൻ അവിടെ ഒന്ന് സ്റ്റക്കായി. ഓക്കെ, നമുക്ക് കുറച്ച് ഫുഡ് നന്നായിട്ട് ഗ്രാബ് ചെയ്യണം. ക്രീപ്പറിന് എവിടെ വേണേലും സ്പോണാമല്ലോ. പിന്നെ നമുക്ക് ഏത് കുറ്റിക്കാട്ടിലും കിടന്ന് ഉറങ്ങാമല്ലോ. ഒരു ബെഡല്ലേ കയ്യിൽ. കുണ്ണു സോമ്പി അടിച്ച് ഞാൻ പല്ലിയാൻ താഴെ ഇടും. എവിടാന്ന് പറ. അതാരാ? ബുൾഫല്ലേ? ബുൾഫ് അവിടെ കാണാൻ നിൽക്കട്ടെ, വെറുതെ എന്തിനാ അതിൻ്റെ ഇന്ന് കടി വാങ്ങിക്കുന്നു. എൻ്റെ അടി ക്യാബ് വല്ലതും ഉണ്ടോ? ഇവിടുന്ന് മരത്തിൻ്റെ മുകളിൽ നൈറ്റായി തുടങ്ങി. അത് കറക്റ്റായി. അതവിടെ നിൽക്കട്ട്. അല്ല ഇതെന്താ? ബട്ട് നിങ്ങൾക്ക് കാണാൻ അറിയാവോ? ഞാൻ ഇതിവിടെയും കാണുന്നില്ല. വേറെ ആരെയും എൻ്റെ പുതിയ ഡാൻസ് ഉണ്ട്. അത് പോട്ട് അല്ല. നൈറ്റായി. ഒന്നും ആലോചിക്കുന്നില്ല, കിടന്നുറങ്ങുക. ഒരു 3 നൈറ്റൊക്കെ കഴിയുമ്പോൾ പിന്നെ അഹങ്കാരമാവാ. പോടാ. ഞാൻ അതെടുത്തത് ഒരു എൻഡർമാൻ എന്നെ കീച്ചാൻ വന്നത്. എൻ്റെ പൊന്നെ, മനുഷ്യനെ പേടിപ്പിക്കാനുണ്ടായ ഒരു ജന്തു. ഇങ്ങനെയുണ്ടോടാ? ഇതെന്നെ കൊണ്ടേ പോവും. എനിക്കിവനെ എങ്ങനെയും കൊല്ലണം. അടുത്തത് ഈ ബ്രിഡ്ജ് അങ്ങ് പോട്ട് തെറിക്ക്. അങ്ങനെ ചെയ്താൽ അത്യാവശ്യം ദൂരെ പോവാം. ഇനിയിപ്പോൾ പേടിക്കണ്ട. ആ മാക്രി എന്ത് ചെയ്യേ? എടാ മാക്രി വാടാ, നിന്നെ അവൻ്റെ പാട്ടിന് പോയി കാണും. ഇനി നോക്കി അവനെ കാണത്തു പോലും ഇല്ല. അവന് വില്ലേജ് വിട്ട് അയ്യത്ത് പോയി കാണും. നോക്കോ,
സ്ഥലത്ത് കാണത്തില്ല. കൊന്ന എൻട്രപ്പോൾ കയ്യാക്കാന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കൂല. നമ്മൾ ഇനി നെതറി പോണം. എനിക്ക് വയ്യ, വെറുതെ കുറെ അതിനെ അത് പൊളിച്ചു കൊടുക്കാനും വയ്യ. അതവിടെ നിൽക്കട്ടെ, എനിക്ക് വയ്യ. ആ മരം ഒടിഞ്ഞു വീഴട്ടെ, ഞാൻ അങ്ങനെയും പറിച്ചോളാം. എനിക്ക് വയ്യ, മടിയായതുകൊണ്ടാ, ഒന്നും പറയരുത്. ശരിക്കും മടിയാ, ഒന്നും ചെയ്യാൻ വയ്യ. വെറുതെ എന്തോതിനെ ഇവിടെ വെട്ടി വെച്ചേക്കും. കുറച്ച് കൂടുതൽ മൈൻഡ് ചെയ്തെന്നും പറഞ്ഞത്. പൊട്ടിയിരടാ സെയിം സാധനം തന്നെയല്ലേ എടുക്കുന്നത്. കുറച്ച് മരം കയ്യിൽ ഇരിക്കുന്നു, കുറച്ച് മരം പോകുന്നു. ദാറ്റ്സ് ദ ഓൺലി ഡിഫറെൻ്റ് അല്ല ഡിഫറൻസ്. എനിക്ക് ഇങ്ങനത്തെ മരം ഒട്ടും ഇഷ്ടമല്ല. ഈ ചില്ലുള്ള മരം ഭയങ്കര അനോയിങ് ആണ്. എനിക്കിഷ്ടമേ അല്ല. അത് ഒന്ന് പൊളിച്ചിങ്ങനെ പൊങ്ങി അങ്ങ് നിൽക്കും. എൻ്റെ അത് ഫുൾ മരം പോകത്തുമില്ല. ഇങ്ങനെ ഒരു പ്രാവശ്യം ഇതിങ്ങനെ ഓടിച്ചപ്പോൾ ഒരു ക്രീപ്പർ തല വന്ന് വീണ് പൊട്ടിത്തെറിച്ച ഓർമ്മകൾ വരുന്നു. ഇറങ്ങിപ്പോടാ. നിനക്കിവിടെ ഒരിതുമില്ല. നിനക്കും ഇറങ്ങിപ്പോയാലും എൻ്റെ ഇൻവെൻറ്റോറിയിൽ നിന്ന്. ഓക്കെ, നമുക്ക് നേരം ഇപ്പോൾ എവിടെയെങ്കിലും പോയി ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ ഫുഡ് വേണം. ആ ഫുഡ് എൻ്റെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിന്റെ സൗണ്ടായിരുന്നോ? നീ ഇനി ലോകത്ത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചതാ. അതൊക്കെ ആലോചിച്ച് വേണം ജീവിക്കാൻ. അവനെ ഒന്ന് പഠിപ്പിക്കാൻ വന്നേക്കുന്നു. ഇവിടെ എങ്ങാനും ഓഷ്യൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ഇങ്ങോട്ടൊന്നും എക്സ്പ്ലോർ കൂടി ചെയ്തിട്ടില്ല. ഉണ്ട്, അതോ ഇല്ലേ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണിച്ചണി ഗണാവന് കിട്ടുമോ? ഗണാവന് കിട്ടിയ കൊള്ളായിരുന്നു. ഹലോ, എന്താ പോപ്പി മണപ്പിച്ചോണ്ടിരിക്കുന്നത്? അയ്യോ, അറിയാതാ. എക്സ്പി എടുത്തേക്ക്. അതിൻ്റെ ആത്മാവിനെ നമുക്ക് എടുത്തിട്ടേ പോകാൻ പറ്റും. വേറെ ആർ വി നമ്മളിപ്പോൾ എവിടെ? ഉണ്ട്. ദാറ്റ് ഈസ് സീ ബ്രോ. ഗ്രാവൽ കിട്ടി. അവിടെ നമ്മളെ വേൾഡ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കാണാനതാ. ഐ ആം ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ബിക്കോസ് എനിക്ക് ആദ്യം തന്നെ കിട്ടി ഫ്ലിൻറ്റ്. അതാണ് ഏറ്റവും ലക്കിയസ്റ്റ് പേഴ്സൺ കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഫ്ലിൻറ്റ് ആദ്യത്തെ മൈനിൽ പൊട്ടിക്കുന്ന ആൾ ഈ വേൾഡിൽ ജയിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ ജയിച്ചു കഴിയേണ്ടത്. റോഡ് പണിയും ചെയ്യത്തില്ല. ഈ വില്ലേജേഴ്സിനെയും കൊണ്ട് വല്ലാത്ത കഷ്ടമാട്ടോ. റോഡ് പണി പോലും നേരെ ചെയ്തു വെക്കത്തില്ല. പക്ഷെ നമുക്ക് ഈ ആവശ്യം വരും. നമുക്ക് ഈ നോക്കിയിട്ട് കൊള്ളത്തില്ല. നമുക്ക് ആ വഴി പോകണ്ട. ഓക്കെ, ആ വഴി കൊള്ളത്തില്ല. എന്നാലും നമുക്ക് ആ വഴി പോവണ്ട. പിന്നെ എന്ത് ചെയ്യാനാ? ഇവിടെ ഞാനാ കാണുന്നത് ശരിയാന്നുണ്ടെങ്കിൽ അതിന് രണ്ടും ഓ മൈ ഗാഡ്, വൗ. എടാ, ഞാൻ ഈ പാൻറ് പോട്ട് ഞാൻ വെറുതെ ഷൂ ഉണ്ടാക്കി. ഞാൻ പോട്ടനാ. ഇതിരിക്കട്ടെ. 3 ഡയമണ്ടോ? 3 ഡയമണ്ട്. ദാറ്റ്സ് എ ലോട്ട് ഓഫ് തിങ്. കുതിര ഓടിക്കാൻ കിട്ടിയ കുതിര ഓടിക്കാൻ. അയാൾ നീ തരുവാടാ. എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചോണ്ട് പോവും. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ഈ 2 ഇവിടെ വിട്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അങ്ങനെ അങ്ങ് വിട്ടിട്ട് പോകാനും പറ്റൂലല്ലോ. സോ നമുക്ക് ഇതിന് ഡോണ്ട് ഡൂ ദാറ്റ്. ഇവനെയും മറ്റവനെയും വേണേ കത്തിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഫുൾ സെറ്റ് അയൺ ആർമർ ആയല്ലോ. ഇനി നമുക്ക് ഇതും കൂടെ ഉണ്ടാക്കാനുള്ളത് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഒരയണിങ് കയറ്റി കിട്ടി. അയ്യോ, അയണിങ് കയറ്റും കൊണ്ട് എന്ത് ഉപയോഗം? ഒരു ഉപയോഗമില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം,
നമുക്ക് ഈ അയണിങ് ഗേറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താണ് അത് ഉണ്ടാക്കുക. ഡയമണ്ട് വെച്ചുള്ള ഒരു കളിക്ക് ഞാനില്ല. എടാ ഈ അയണിങ് ഗേറ്റ് വേണ്ട, എന്തോ വേണേലും നിങ്ങൾ എടുത്തോട്ടോ. എനിക്കൊരാവശ്യമില്ലാത്ത അതെനിക്കറിയാം ഉണ്ടാക്കാൻ, എനിക്കറിയാം ഉണ്ടാക്കാൻ. അയണിങ് ഗേറ്റ് വേണ്ട എന്തെങ്കിലും ഉണ്ടോ? ലാൻറ്റേൺ വണ്ടർഫുൾ. എന്നിട്ട് ഡയമണ്ട് തന്നെ കിട്ടിയെന്നേ. സ്വാഡ് ഉണ്ടാക്കണം, പിക്കാക്സ് ഉണ്ടാക്കണം, അതാ ഇനിയുള്ള ചോദ്യം. ഒരു 5 ഇത് കിട്ടിയെന്നുണ്ടെങ്കിൽ പിക്കാക്സ് 2 അയണുണ്ട്. നമുക്ക് ആക്സ് ഉണ്ടാക്കിയാലോ? അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇത് കൊച്ചു പ്രോബ്ലം ആയിരുന്നു, അതിപ്പോൾ ശരിയായി. പക്ഷെ നമ്മൾ ആക്സ് ഉണ്ടാക്കുമോ സോഡ് ഉണ്ടാക്കുമോ? വാട്ട് വിൽ വി ഡൂ? എനിക്ക് ഒന്നുകൂടെ ആക്സ് ഉണ്ടാക്കാൻ കൈ തരിക്കുന്നു. സോഡ് ഉണ്ടാക്കി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രോ നൈറ്റിലാണോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്? വെക്ക് കയറി കിടക്ക്. ഞാൻ സ്പാം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ഇതുവരെ സ്പാം ചെയ്തിട്ടില്ല. സമാധാനമായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ എന്തുവായിരുന്നു ചെയ്യാൻ വെച്ചിരുന്നത്? 6 7 8. അമ്മ പോടാ. അയ്യോ സ്പോട്ട് ഉണ്ടാക്കിയത് കാര്യമായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഹു ഈസ് കമ്മിങ് ഫോർ മീ? ആരാത്? അങ്ങനെ അടിക്കൂ. തൊട്ടോടൂ. അടുത്ത ആള് ചുക്കുടൂ. പോടാ. ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അതവിടെ ഇരിക്കല്ലേ. മൈനിങ്ങിന് ഇന്ന് പോയാൽ പറ്റും. ഇന്ന് തന്നെ മൈനിങ്ങിന് പോകണം. ഇന്നലെ അല്ലയോ ഗെയിം തുടങ്ങിയത്? അത് ഇന്നലെ ആയിരുന്നു റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാത്തത്. ഇതാണ് റീസൺ. ഞാൻ കുറച്ച് നാളായി ഇത് കളിക്കുന്നു. അല്ല എൻ്റെ അടുത്ത കളി ഇവിടെ നേരത്തെ കണ്ട വുൾഫിന് ടേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാ. എന്ത് ചെയ്ത് എടാ? വുൾഫ് എന്തിയേ? സോഡ കിട്ടിയ സ്ഥിതിക്ക് നിൻ്റെ അടുത്ത് ട്രൈ ചെയ്ത് നോക്കിയാലോടാ. ഒന്നും ഡ്രോപ്പ് ചെയ്തില്ല. ഡ്രോപ്പൊക്കെ ചെയ്യാതിരിക്കൂ. അല്ല ഇനി അടുത്തത് നീ പിഗി ചാവാൻ റെഡി. നിന്നെ കൊന്നില്ലെന്ന് വേണ്ട. അടുത്തത് നിന്റെ ഇടാൻ. അവിടെ നിക്ക്. ഫസ്റ്റ് കിൽ ഒറ്റയടിക്ക് കൊല്ലുമ്പോൾ എന്താന്ന് നോക്കിയത്? വല്ലാത്തൊരു സുഖവാ. എന്താന്ന് ചോദിക്കരുത്. ഐ ഡോണ്ട് നോ. ഓ മൈ ഗാഡ്, 1 only ബട്ട് വൈ? എടാ 3 ബ്ലാക്ക് സ്മിത്തോ? ഷീടാ മോനെ, 3 ബ്ലാക്ക് സ്മിത്ത്. അല്ല 3 ബ്ലാക്ക് സ്മിത്ത് അല്ല. അതാ ഞാൻ 3 ബ്ലാക്ക് സ്മിത്ത് ഒരൊറ്റ. ഞാൻ വിശ്വസിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സെക്കൻഡത്തൊക്കെ ഞാൻ ഒന്ന് വിശ്വസിച്ചു. ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ എനിക്ക് ഒരു ഡയമണ്ടും കൂടെ അങ്ങ് വേണം. ഇനിയിപ്പോൾ ഒരു ഡയമണ്ട് കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് 3 ഡയമണ്ടും കൂടെ കണ്ടുപിടിച്ചാൽ സമാധാനമാവും. ഇത്രയും നേരമായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുക, ഇതുവരെ സ്റ്റോൺ എന്ന് പറയുന്ന സാധനത്തിൽ തൊട്ടിട്ടില്ല. നമുക്ക് സ്റ്റോൺ വെച്ച് കുറേ ആക്സ് ഉണ്ടാക്കാം. സ്റ്റോൺ നമുക്ക് ആവശ്യമുണ്ട്, കാരണം ബിൽഡിംഗ് ബ്ലോക്കായിട്ട് അതേ എടുക്കാൻ പറ്റൂ. നമുക്കങ്ങനെ വുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വുഡ് വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. സ്റ്റോൺ ആകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് കിടപ്പുണ്ട്. വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോറസ്റ്റ് ഉള്ളൂ.
എന്ന് പറഞ്ഞ് നഷ്ടമൊന്നുമില്ല നമുക്ക്. പക്ഷേ വുഡ് എടുത്ത് കളയുമ്പോൾ എന്തോ ട്രഷർ എടുത്ത് കളയുന്നതിൻ്റെ കൂട്ട് എനിക്ക് തോന്നുന്നത്. ഉള്ളത് പറയാമല്ലോ, ഒരു സ്റ്റാക്ക് നമ്മളെടുത്ത് കയ്യെ വെച്ച് നമുക്ക് ഉപയോഗമുണ്ട് ഫർണസ് ഉണ്ടാക്കാൻ, അതല്ലാതെ ഇനി ഒരു ഉപയോഗവും അല്ല എൻ്റെ തോന്നില്ല. ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന പോലെ വരും. അപ്ഡേറ്റിലുള്ളതല്ല, ഞാൻ മോഡിഫൈ ചെയ്തതാണ്. പക്ഷെ ഇതിപ്പോൾ വർക്കാവുന്നില്ല. എന്താന്ന് ചോദിക്കരുത്, അറിഞ്ഞൂടാ. നിങ്ങളെപ്പോലെ എന്തുവെന്ന് എനിക്കും അറിഞ്ഞൂടാ. പോപ്പി പ്ലേ ടൈമിൻ്റെ വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും. എല്ലാവരും കാണാൻ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇത്രയോ ഉണ്ടോ? ഫുൾ അയൺ ആക്കാനാണ് നോക്കുന്നത്, ഫുൾ കോളല്ല ആക്കാൻ നോക്കുന്നത്. കോളാർമർ ആലോചിച്ച് നോക്ക്. ഫ്യൂച്ചറിൽ ഇതൊക്കെ വരണം. കോളാർമർ എടുത്തിട്ട് കത്തിക്കാൻ പറ്റണം. 100 ബ്ലോക്ക് ഒറ്റ എനിക്ക് അത് വർക്കാകുന്നില്ല. പക്ഷെ ആ ഒരു ആംബിയൻസ് കൊള്ളാം. ഉണ്ട് ഊരി നോക്കുമ്പോൾ ഒരുമാതിരി റിയൽ ലൈഫിൻ്റെ കൂട്ട് തോന്നുന്നുണ്ട്. അതങ്ങ് മാറിക്കിട്ടി. എവിടെ ഇത് നിങ്ങൾ സ്പോണാവുന്നേ? ഹലോ ടിക്കി ടോക്കി ടോക്കി. ഇവന് മിമ്മിയെ കൊടുത്തിട്ട് എങ്ങനെയാലും വശത്താക്കിയാലേ? അതോ ബീഫ് കൊടുത്താൽ നീ വരുവാടാ? നിനക്ക് ബീഫ് പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എടാ നീ ഇവിടെ ഉണ്ടായിരുന്ന, എന്നിട്ടാണ് ഈ മൊത്ത സമയം എന്നെ ഇട്ട് കറക്കി തിരിച്ച്. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്. ഗോഡ് ബ്ലസ് യൂടാ, ഗോഡ് ബ്ലസ് യു. ഓ മൈ ഗോഡ്, വാട്ട് കുഡ് യു ഡു, വാട്ട് കുഡ് യു ഡു? ചാവടാ, നീ എന്നെ കൊല്ലാൻ വരുമല്ലടാ. ഹെൽമെറ്റ് ഉണ്ടാക്കാനുള്ള സാധനമായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഹെൽമെറ്റും കൂടെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റല്ലേ. ഒരൊറ്റയാണൊക്കെ നമുക്ക് ചിമ്പിളടേ, ചിമ്പിള്. നേരത്തെ അടുത്ത് അയണിങ് ഗേറ്റ് എന്ത് ചെയ്യേ? നമ്മുടെ ഏതുണ്ട്. അതുകൊണ്ടേ എടാ 2 എണ്ണത്തിൽ സേവ് ആവുകയെന്നുണ്ടെങ്കിൽ നിനക്ക് 500 കോടി രൂപ തരാം. ഒരെണ്ണത്തിൽ സേവ് ആവുകയാണെങ്കിൽ 500 കോടി. നിൽക്കടാ, കുരച്ചിട്ട് പോവാറാ പട്ടി. നീ അങ്ങനെ പോയാൽ മതി, നീ ആവിയായിട്ട് പോയാൽ മതി. ഓക്കെ, അന്നേരം നമുക്ക് അതിനെ കണ്ണി കണ്ടതിനെല്ലാം കൊന്നതിന് ശേഷം അതിന് ദൈവം എനിക്ക് തന്ന പണി അത് പോട്ട്. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അത് എപ്പോഴായാലും നമുക്ക് കിട്ടും, പ്രത്യേകിച്ച് ഇൻ ദ എൻഡ്. സോ ഓ മൈ ഗാഡ്, ഇത് ഭയങ്കര വലിയ കേവാന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. എന്നും പറഞ്ഞ് കുണിപ്പ് കേവായിരിക്കും. ഉണപ്പ്, ഇതൊക്കെ ഉണപ്പാ പോടാ. നമുക്കിവിടെ കാണും കണ്ടുപിടിച്ചേ പറ്റിയൊരു കേവ്, നല്ലൊരു കേവ്. എളുപ്പത്തിനൊരു അയൺകോളം കൂടെ സ്പോണായ കൊള്ളാം. ഒരു തെറ്റുമില്ല ഇതിൽ, ഓക്കെ. ഈ വീട്ടിൽ എനിത്തിങ്, ഈസ് ദർ എനിത്തിങ് ഇൻ ദിസ് വീട്ട്? ഇൻ ദിസ് വീട്ടിൽ എനിത്തിങ്? ഓർ ഈ വീട്ടിൽ എനിത്തിങ് ഉണ്ടോ? ഓ, ലൈബ്രറിയുടെ വീടോ. ജാട ചെസ്റ്റ് ഉണ്ടോ സാർ? എൻ്റെ അകത്ത് എന്താണ് സാർ? നമുക്കൊരു ബുക്ക് കയറ്റി വെച്ചാലേ? 1 അല്ല 2, പക്ഷെ 3 എണ്ണം വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. ഒരു ഉപയോഗമില്ലാതെ ഒരു ബുക്ക് ഷെൽഫ് തട്ടിക്കളഞ്ഞ്. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല, കാരണം ഇതെൻ്റെ വീടല്ല.
ഇവന്മാരെ ഞോണ്ടാം, വേണേ കൊല്ലാം, വേണേ തൂക്കിക്കൊല്ലാം, എന്തും ചെയ്യാം. സോ നമുക്ക് ആ വീട്ടിലും കൂടെ ഒന്ന് കയറി നോക്കാം. ദൈവമേ, അതുപോലെ അങ്ങ് ഇറങ്ങിക്കോ, നാണം കെടാൻ വയ്യ. ചെസ്റ്റ് പ്ലീസ്, ഒരു ചെസ്റ്റ് കാണണേ, ഒരു ചെസ്റ്റ്. നോ, ആ കവും പറഞ്ഞു നോ, ബട്ട് നോ, പീ പൊട്ടേറ്റോ, നോ. എൻ്റെ അടുത്തൊന്നുമില്ല. നമുക്കിതൊക്കെ ലൂട്ട് ചെയ്ത് നോക്കണം, കാരണം നമ്മളിതുവരെ ലൂട്ട് ചെയ്തില്ല. അത് കാരണം നമുക്ക് ലൂട്ട് ചെയ്ത് നോക്കണം. നമ്മളാകെ ലൂട്ട് ചെയ്തത് കുറച്ച് സ്ഥലങ്ങളുണ്ടോ. ഇത് ഞാൻ എടുത്ത സ്ഥലം, അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു വില്ലേജറും കയറൂല. അതവരുടെ വീടായിട്ട് പിന്നെ അവർ സങ്കല്പിക്കാതെ കൂടിയില്ല. അവിടെ ഒരു ചെസ്റ്റ് കൂടിയില്ലേ. ഈ വീട്ടിൽ ആരും റിച്ചില്ല. അയ്യോ, ഈ വീട്ടിലാരും റിച്ചില്ല. ഈ ഗ്രാമത്തിലാരും റിച്ച് ആയിട്ടില്ല. ബ്ലാക്ക് സ്മിത്ത് മാത്രമേ ഉള്ളൂ റിച്ച്. ബട്ട് വൈ ഉണ്ടോ? അതിന് ഇമോഷണൽ മ്യൂസിക്കൊക്കെ വരും. എനിക്കത് വിഷമാവും, പക്ഷെ നിങ്ങൾക്കത് ഫൺ. അവൻ്റെ പോയേടാ, നിന്റെ ഓരോന്നിൻ്റെ ഈ വീട്ടിൽ കയറി ഞാൻ തപ്പും. നമ്മ കിടന്ന് കൂവിക്കോ. ഇവിടെ കിടന്ന് കൂന്നി, ഇവിടെ തന്നെ കിടന്ന് ഓസിനിറ്റി ആസിഡ് അടിക്കണം. സോ നമുക്കിവിടെ കുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഇതിൻ്റെ അകത്ത് മീറ്റ് വെക്കാം. പറ്റുമോ? കുക്ക് ചെയ്യാൻ പറ്റൂല, ഇതിൻ്റെ അകത്ത് പറ്റൂല തോന്നി. അന്നേരം ബാസ്റ്റ് ഫർണസ് എടുത്തോ. ബാസ്റ്റ് നമുക്ക് ആവശ്യം വരും. നമുക്ക് വേണ്ട ഫർണസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓക്കൂഡ് ഉണ്ടോ കയ്യിൽ? എടാ, എൻ്റെ ഓക്കൂഡ് എന്ത് ചെയ്യേ? കയ്യെ കുറെ ഓക്കൂഡ് ഉണ്ടായിരുന്നല്ലേ. ഞാൻ അതെന്തോ ഇത്, ഓ മൈ ഗോഡ്, ഞാൻ അതെന്തോ ഇത്. എൻ്റെ കയ്യിൽ കുറെ ഓക്കൂഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരെണ്ണം പോലും ഇല്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴല്ലേ കാണാണ്ടായത്. എടാ, എന്നാലും എൻ്റെ അത്ര ഓക്കൂഡ് എന്തിയേ? അതെന്ത് കാണാണ്ട് പോയോ? ഇനി കുറച്ച് സേഫ്റ്റി ഇല്ലാതെ നടന്നുറങ്ങിയാൽ മതി. പിന്നെന്തായാലും സോംബി കൊല്ലൊന്നുമില്ല. സോ ആറത് കൊല്ലുന്നുണ്ടോ സോംബിൻ്റെ മോനെ? നിന്നെയൊക്കെ കൊന്ന്. ഇല്ല, കൊലപാതകം എൻ്റെ ഫ്രണ്ടിൽ വെച്ച്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നടക്കുന്ന കേസല്ല. എന്തേ നീ ഇത് തുടിക്കാണോ കുഞ്ഞിപ്പുഴു? പക്ഷെ എനിക്ക് പേടിയ. സോ നമ്മുടെ വുഡ് കാണുവാനില്ല. അടുത്ത കൊല്ലാപ്പ്. ഈ ഒരു കൊലപാതകം ഇവിടെ നടന്നെന്ന് അറിഞ്ഞാൽ നിന്നെയൊക്കെ കൂടെ കൊല്ലി ഞാൻ. വെട്ടി നുറുക്കി പീസ് കണ്ടിച്ച് പീസാക്കും ഞാൻ. പീസാക്കുമെന്ന്. തലവേനയായി. നമ്മൾ ഇതിൻ്റെ പാടറിയേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കും? ഇത്രയും കട്ടി സാധനമാണ് ഞാൻ ഈസിക്ക് മോഷ്ടിച്ചെടുത്തു. നമ്മുടെ ഫർണസ് ഉണ്ട്, ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ട്. ഈ ഫർണസിൻ്റെ പേരെന്ത്? സ്മോക്കർ ഉണ്ട്, എല്ലാം ഉണ്ട്. പ്രോപ്പർ ഫുഡ് ബ്രോ. കുക്കഡ് ചിക്കൻ. ഇതിപ്പോൾ കട്ട നീങ്ങുന്നതിൻ്റെ കൂട്ടം നീങ്ങത്തുള്ളായിരുന്നു, മറ്റേതിലായിരുന്നു. നമുക്ക് നമ്മുടെ ഇൻവെൻറ്റോറി ഒന്ന് ഇതാക്കണം.
ആവശ്യമില്ലാത്ത ചവറെടുത്ത് എറിയണം. അതിപ്പോൾ തന്നെ ചെയ്തോളി. പക്ഷെ അതങ്ങ് വെറുതെ ചെയ്താൽ മതി. അതവിടെ എക്സിസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ഗുണം? അതവിടെ തന്നെ സ്കിറ്റായിട്ട് കിടന്നിട്ട് എന്ത് നമുക്ക് ഗുണം? ഒരു ഗുണമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു 4 വരി ഇതുണ്ടാക്കാം. 4 വരി വേണ്ട, 3 വരി മതി തൽക്കാലം. അതിറോ ഇതൊന്നും അതിൻ്റെ അകത്ത് അല്ലായിരിക്കും വീഴുന്നത്. അല്ല, അതിൻ്റെ അകത്ത് തന്നെ. എന്നിട്ട് ലെതർ കൊണ്ട് ഇനി ഉപയോഗമൊന്നുമില്ല. എന്നിട്ട് ഒരു ടോർച്ച് വെച്ച് എന്തോ കാണിക്കാനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ടായിരിക്കും. സോ നമ്മളിനി എന്ത് ചെയ്യണം? നമുക്ക് എൻ്റെ സ്മോക്കറിൽ തൊട്ട് കളിക്കുന്നു. നീ സ്മോക്കറിൽ പറ്റുന്ന കാര്യമല്ല. ഇതിനെ ഉപയോഗിച്ചോ. നിന്റെ ജോബ് പോയോ? അവ അടുത്ത ജോബ് എടുത്ത്. ഈ വില്ലേജസിൻ്റെ ലൈഫേ വെറുതെ അങ്ങ് നടക്കുക. ഇത് തന്നെ അവരുടെ ലൈഫ്. നമുക്കന്ന് എങ്ങനെയും ഒരു കേവ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. സോ സൗണ്ട് ഒരു മാതിരി കേവ് സൗണ്ടിൻ്റെ കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് കേവ് സൗണ്ടായിട്ട് കൂട്ടൂല. ദ ലിവിങ് വില്ലേജർ, ജീവിക്കുന്ന വില്ലേജർ. വെറുതെ ജീവിക്കുന്ന വില്ലേജറിനെ തോണ്ടാൻ പോകുന്നത് എന്തിനാടാ പോട്ടാ എന്ന് ചോദിക്കുന്ന വ്യൂവേഴ്സ് ആലോചിച്ച് നോക്കൂ. ഓ മൈ ഗോഡ്, എനിക്ക് ഈ സംഭവം നേരത്തെ തോന്നിയില്ലല്ലോ. എടാ, നമുക്ക് ഇപ്പൊ തന്നെ നെതറിൽ പോവാം. ഡു യു നോ ഹൗ? ഡു യു നീഡ് ടു നോ ഹൗ? ഐ വിൽ ടെൽ യു. പക്ഷെ 5 വർഷത്തിന് ശേഷം. നമ്മളിപ്പോൾ അയൺ തപ്പി ഇറങ്ങിയിട്ട്, പക്ഷെ നമ്മളിപ്പോൾ അയൺ വേസ്റ്റാണ് ചെയ്തത്. കുഴപ്പമില്ല, അത് നമുക്കൊരു കുഴപ്പമേ അല്ല. ഓട്, ചാട്, പറക്ക്, ആ മുത്ത കേരളെ ഓടിക്കോ. ഇതിവിടെ വരിക. 1 കൊത്ത്, 2 കൊത്ത്, അവിടെ ഒരു പ്ലേസ്, പോവുക. അടുത്തത് പോരില്ലേ, അടുത്തത് എടുക്കുക, ഓടുക. ഇൻഫൈനൈറ്റ് ഡോണ്ട് ഡു. നമ്മുടെ പെർഫെക്ഷൻ കാണണം. നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ പേരാണ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വലിയ ഷോ നടക്കുന്നില്ല. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പറ്റുന്നത്ര ഇത് വെച്ചുണ്ടാക്കാം. അടി 2 ഉള്ളൂ. ലാവ അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. സോ എന്തിന് ഏറെ നമ്മൾ കഷ്ടപ്പെടണം. 1 2 1. നമ്മളിങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വെക്കുക. 1 ഇവിടെ, 1 ഇവിടെ, 1 ഇവിടെ, പൊങ്ങുക. ഇങ്ങോട്ട് വരിക, ഇവിടെ ക്രൗച്ച് ചെയ്യുക. 1 1, വീണ്ടും 1. എന്നിട്ട് ഇവിടെ വരിക, ക്രൗച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലാഭ ഒഴിക്കുക. അവിടുന്ന് വെള്ളം എടുക്കുക, മുകളിലോട്ട് ഒഴിക്കുക, എടുക്കുക. ഓക്കെ, ഇത്രയും തന്നെ നമ്മൾ മൈ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പാർട്ട് ഇതാ. ലാവ കണ്ടുപിടിക്കും, നമ്മൾ ഓടും, നമ്മൾ ചാടും, വെള്ളം കൊള്ളും, പോയി, എല്ലാം പോയി. എന്നായി കഴിയുമ്പോൾ നമ്മുടെ മോന്ത ക്ലിയോന്നിരിക്കും. പിന്നെ അതോടെ എടുത്ത് ചാടിയിട്ട് ചത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം കീപ്പിൻ്റെ ഒരു വേണം.
എടാ എല്ലാം തീർന്നു പോകുന്നു. എളുപ്പത്തിന് തീർന്നു പോകുന്നു. ഞാൻ ഈ വുഡ് യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചമ്പത്തിന് വുഡ് ഒന്നിനും കൊള്ളത്തില്ല. ഇവിടുന്ന് എത്രത്തോളം ഹൈറ്റ് ആയി? 1 2 3 4 4 ആയി. കറക്റ്റായല്ലോ. 4 ഇതും കൂടെ കൂട്ടി. ഇപ്പം ഞാൻ ഫ്രണ്ടിലോട്ട് നടക്കാൻ പോയത്. എവിടെ പാട്ടാമ്മ ഡൂയി? നമ്മൾ ഇനി ഇത് പൊട്ടിച്ചളയാ. ഇത് പൊട്ടിക്കുക. നമുക്ക് ഇൻഫിനിറ്റ് കോബിൾ ജനറേറ്റർ ഒക്കെ ഉണ്ടാക്കാം. വയ്യ. ഇതിവിടെ എന്നിട്ട് ഇതിവിടെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ വരിക, അതെടുക്കുക, അങ്ങോട്ട് പോവുക. Yes, we did it. A cobblestone generator. ഓക്കെ, നമുക്കിവിടെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ സെറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് അളവ് തന്നെ അല്ലേ? 1 2 3 4. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, എന്നിട്ട് എടുക്കുക, അങ്ങോട്ട് പോവുക, വയ്ക്കുക, എടുക്കുക, അവിടെ വയ്ക്കുക. വീണ്ടും ആലോചിച്ചില്ല. പൊട്ടൻ മരമാക്രി. ഓ മൈ ഗോഡ്, ദിസ് ഈസ് എ പെയിൻ. ഓ മൈ ഗോഡ്, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയില്ല. വല്ലാത്തൊരു ഇതായിപ്പോയി, വല്ലാത്തൊരിത്. എളുപ്പമൊന്നും മാറടോ. ചെയ്യാനെളുപ്പ, പക്ഷെ പൊളിക്കാനേ ഉള്ളൂ പാട്. എന്തൊരു നേരം എടുത്തെന്നറിയാവോ. ജീവനൊന്ന് പോയി. ജീവനെ പോയി. തൽക്കാലം
നമുക്ക് ഇതിവിടെ ഒമ്മച്ചി ഇവിടെ ഒന്നും ക്രീപ്പർ ഒന്നും പൊട്ടിത്തെറിക്കല്ലേ. ക്രീപ്പറാ പോടാ പോടാ അല്ലാണോ? അല്ല എന്നെ കിട്ടൂല. നമ്മൾ സേഫ്. രണ്ട് ബക്കറ്റ് ഉണ്ടെങ്കിൽ ഈസി. പേടിച്ച് എളുപ്പമാവട്ടെ. നമുക്കിത് എളുപ്പം ഫിനിഷ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് ലൈറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. ഫാസ്റ്റ് ബ്രോ. ഒന്ന് കയറുന്നുമില്ല. കയറ് താഴെ വേണം കൊല്ലി ഞാൻ. അങ്ങനെ വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഓക്കെ, ഇനി കുറച്ചും കൂടെ ഉള്ളു സ്റ്റെപ്സ്. ഇനി സ്റ്റെപ്സ് ആർ ഈസി. ഇനി സ്റ്റെപ്സ് ഭയങ്കര ഈസിയാ. ഇനി ഇതങ്ങ് ഫോളോ ചെയ്താൽ മതി. 2 ബ്ലോക്സ് ഏറ്റവും വലിയ ഏറ്റവും മുകളിലുള്ള ബ്ലോക്സിൻ്റെ അങ്ങ് പൊട്ടിക്കുക. എന്നിട്ട് ഇതുവഴി താഴോട്ട് പൊട്ടിക്കുക. എന്നിട്ട് വൺ മോർ ടൈം. ഇതിങ്ങനെ തന്നെ നിൽക്കണേ. എടുക്കലാവാ. ഓക്കെ, ഒരെണ്ണത്തിനും കൂടെ ഉള്ളതുണ്ട്. സോ നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ തന്നെ ഇരിക്കും. ഇപ്പം എടുത്തോണ്ട് വരാം. എടുക്ക് ലാവ എടുക്ക്. റീപ്ലേസ് ചെയ്യാനില്ല. എടാ ഇത് എന്തോന്നടാ ഇത്? കൂലിപ്പണിക്ക് പോയ സാത്താൻ്റെ വീടാ. മാറിയേ. മണ്ടന്മാരായ വില്ലേജേഴ്സ് ഉള്ളത് കൊണ്ടേ എനിക്ക് ഈ ലാവ അവരുടെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഒരു ഡയമണ്ട് പിക്കേക്സ് ഇട്ടിട്ട് അന്നേരം നമുക്ക് ഇതെല്ലാം കൂടെ പൊളിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ വില്ലേജിൻ്റെ അടുത്ത് കൊണ്ടുവെക്കാം. പറ്റുമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ഒരിക്കലും തീയും പിടിക്കൂല. നല്ലൊരു സാധനമായിട്ടുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതെങ്ങോട്ട് വരിക. ഈ സാധനം ആക്സ് വെച്ച് ചുമ്മാ അല്ല, ഇതും പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ഒരു ഇതെടുക്കുക, ലാവ. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഈ ലാവ ഇവിടെ ഇടുക. എന്നിട്ട് ഒരു വാട്ടർ ബക്കറ്റ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇത് പൊളിക്കുക. എന്നിട്ട് ഇവിടെ വാട്ടർ ബക്കറ്റ് വെക്കുക. സ്പീഡായിരിക്കണം. ഇതാകുമ്പോൾ
പൊട്ടിക്കുമ്പോൾ വാട്ടർ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നോളൂ അവിടെ തന്നെ. വലിയൊന്നും വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇത് ലൈറ്റ് ചെയ്യുന്നു, നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബും ബെല്ലൊക്കെ അടിച്ചങ്ങ് പൊട്ടിക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ലൈറ്റിങ് 3, 2, 1. ഓക്കെ, അവിടെ അടുത്ത എപ്പിസോഡ് നെതറാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അടുത്ത എപ്പിസോഡ് വേറെ എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അടുത്ത എപ്പിസോഡ് എന്തുവേണേലും ആവാം. അത് നമുക്ക് പിന്നെ ആലോചിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ. പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് റെസ്പോൺസ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. 4 days played. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ശരിക്കുള്ള ബൈ തന്നെ.